അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ഒരു നടപടിയും, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് അത് ചുമതലയുള്ള ജില്ലയാണ്, ആ ജില്ലയിൽ ആയിട്ട് പോലും മന്ത്രി ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ റിപ്പബ്ലിക് ദിനാചരണ പരിപാടിക്ക് വേണ്ടിയാണ് ഈ മന്ത്രി ഇവിടേക്ക് എത്തിയത്. മന്ത്രി ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ അതിനുശേഷം അവലോകന യോഗമുണ്ടായിരുന്നു. അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം മന്ത്രി ഈ രാധയുടെ ഈ പഞ്ചാരക്കൊല്ലിയിലുള്ള വീട്ടിലേക്ക് കടന്നു വരുന്നത്. അത് കടന്നു വരുന്നതിനിടെയാണ് ജംഗ്ഷനിൽ ആളുകൾ കുത്തിയിരുന്നും മറ്റും പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ കൂടുതൽ ഫോഴ്സിനെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ റോഡിൽ ജനകീയ പ്രതിഷേധം കനപ്പിച്ച രീതിയിൽ തന്നെ നടക്കുന്നു. ഇവിടേക്ക് വന്നു വരാൻ കഴിയാത്ത വിധം ആളുകൾ ഈ വാഹന വ്യൂഹത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായും അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനത്തിൽ തന്നെയാണ് നിലവിൽ മന്ത്രിയുള്ളത്. മന്ത്രി വാഹനത്തിൽ നിലയുറപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ കനപ്പെട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കാത്ത വിധത്തിൽ ആളുകൾ വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വിഭാഗം ചെറുപ്പക്കാരടക്കമുള്ളവർ ഈ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ കുത്തിയിരുന്ന് മന്ത്രിയെ ഇവിടേക്ക് കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ വൈകാരികമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം. ആ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വലിയ അമർഷത്തോടു കൂടി തന്നെ ആളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് മാറാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്ത് ഇത്രയും വലിയ ഇൻസിഡന്റ് അയാളിപ്പോ വരുന്ന ഇല്ല പോലീസുകാർ പോയി ഞങ്ങൾ നെഞ്ഞത്തേക്ക് വെടിവെക്കണം. അതാണ് ഞങ്ങൾ ആവശ്യം. പാട്ട് പാടി ചോദിക്കട്ടെ. അയാളെന്താ പറയാറിയാം, വനം വകുപ്പ് ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്ന വർത്തമാനം പറയുന്നത്. ഇവിടെ ജനങ്ങളെ കൊന്നാന്ന് അയക്കുന്ന വിഷയമൊന്നുമല്ല. അയാൾക്ക് ഫോറസ്റ്റുകാരെ സംരക്ഷിക്കണം, വേറെ ഒന്നും വേണ്ട. മന്ത്രി ഇവിടേക്ക് വരാൻ അനുവദിക്കും. മനുഷ്യന്റെ ജീവന് വിലയില്ല. അയാളുടെ ഫോറസ്റ്റുകാർ മാത്രം പാട്ട് പാടിയിട്ട് അയാൾ പോയാൽ മതി, അല്ലാതെ ഇവിടുന്ന് വിടൂല, പ്രശ്നമില്ല. അങ്ങനെ തന്നെ അത്രേ പറയാനുള്ളൂ. മന്ത്രിക്കെതിരെ വലിയ മാച്ചാണ്. പക്ഷെ ഞാൻ ഈ വിഷയം മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിവിടുകയാണ്. വലിയ ജനരോഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ് വനം മന്ത്രിക്ക്. അദ്ദേഹത്തിന് അവിടെ എത്തി നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. റോഡിൽ കുത്തിയിരുന്ന്, വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. നേരത്തെ പോലീസുകാർ നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റാൻ ഒരു ശ്രമം നടത്തി. അതിലും ഇപ്പോൾ അവരുടെ പ്രതികരണം വരുന്നുണ്ട്. പോലീസിനെതിരെയും അവർ പ്രതികരിക്കുകയാണ്. മന്ത്രിയുടെ നിലവിലുള്ള പ്രവൃത്തികളിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തതിൽ, രാധയുടെ കുടുംബാംഗങ്ങളെ ഇതുവരെ ഒന്ന് വിളിച്ച് സമാശ്വസിപ്പിക്കാൻ ഫോണിലൂടെ പോലും ശ്രമിക്കാത്തതിലൊക്കെയുള്ള അവരുടെ രോഷം അവർ പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അവർക്ക് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ മന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തുടരുകയാണ്. പോലീസിന്റെ ശ്രമം നിലവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം അത് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തു, ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ട് പാടി എന്നുള്ളത് അവരുടെ രോഷം വർദ്ധിപ്പിക്കുകയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം. അതാണിപ്പോൾ വനം മന്ത്രി പഞ്ചാരക്കൊല്ലിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധവും മന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്നു.